അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് എയറോബിക് റെസ്പിറേഷന്റെ അടുത്ത സ്റ്റെപ്പായ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്ന ഈ സ്റ്റെപ്പില് നമ്മൾ ക്ലബ് സൈക്കിളിലും മറ്റുമായി ഉണ്ടാക്കിയ NADH2, FADH2 മുതലായ അവയൊക്കെ നമ്മൾ ഓക്സിഡൈസ് ചെയ്യിക്കാൻ പോവാണ്. ഇവിടെ അവര് റിഡക്ഷൻ സംഭവിച്ചാണ് അവർ NADH2, FADH2 ഒക്കെ ഉണ്ടായത്. അപ്പൊ അവര് തിരിച്ച് ഓക്സിഡൈസ് ചെയ്ത് അത് അവരിൽ നിന്ന് കുറച്ച് എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ് ആണ് ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെമ്പറൈൻ ആണ്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ ആണ് ഇത്. ഇന്നർ മൈറ്റോകോൺട്രിയൽ മെമ്പറൈൻ. ദിസ് ഈസ് outer mitochondrial membrane and this is intermitochondrial or intermembrane space. Intermembrane space ആണ് ഇത്. outer membrane, inner membrane, intermembrane space. അപ്പോൾ നമ്മുടെ intermitochondrial membrane അകത്ത് കാണുന്ന കുറച്ച് ഇലക്ട്രോൺ കാരിയേഴ്സ് ഉണ്ട് കണ്ടോ. ധാരാളം ഇലക്ട്രോൺ കാരിയേഴ്സിനെ കാണാൻ സാധിക്കും. ആൻഡ് ദീസ് ആർ ഇൻട്രിൻസിക് പ്രോട്ടീൻസ്. കണ്ടോ, ഈ മെമ്പറൈന്റെ അകത്ത് കാണാൻ സാധിക്കുന്ന കുറച്ച് ഇൻട്രിൻസിക് പ്രോട്ടീൻസ് ആണ്. ദീസ് ആക്ട് ആസ് ഇലക്ട്രോൺ കാരിയേഴ്സ്. അപ്പം ഇലക്ട്രോൺസ് ഈ ഓരോ കോംപ്ലക്സിൽ കൂടെ കടന്നാണ് അവസാനം ലാസ്റ്റ് കോംപ്ലക്സിലൂടെ. അപ്പൊ ഇവിടെ കോംപ്ലക്സ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ ഓരോ ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിനെയും ഒരുമിച്ച് കുറച്ച് ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സിനെയൊക്കെ ഒരുമിച്ച് നമുക്ക് ഓരോ കോംപ്ലക്സുകളാക്കി തിരിക്കാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കോംപ്ലക്സ്. First complex and ubiquinon അടങ്ങുന്നത് second complex. ഇത് third complex. ഇവർ ഇത്രയും third complexൽ വരും. and cytochromes അടങ്ങുന്ന fourth complex. അങ്ങനെ 4 കോംപ്ലക്സുകളായിട്ടാണ് ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇലക്ട്രോൺസ് ഇനി എവിടെ നിന്നാണ് ഇലക്ട്രോൺസ് ഈ കോംപ്ലക്സിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്ത് വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇലക്ട്രോൺസിനെ എവിടെ നിന്ന് കിട്ടുന്നു നമുക്ക് നോക്കാം. ക്രബ് സൈക്കിളിൽ ഉണ്ടായ NADH2 എന്താണ്? NADH2 ഇവിടെ ഇലക്ട്രോൺസിനെയും 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയും 2 പെയർ ഓഫ് പ്രോട്ടോൺസിനെയും റിലീസ് ചെയ്ത് എന്തായി മാറുന്നു? NADH2 NAD+ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ റിലീസ് ചെയ്യപ്പെടുന്ന പ്രോട്ടോൺസ് മാട്രിക്സിൽ തന്നെ നിൽക്കുകയും ഇത് ഇന്റർ മൈറ്റോകോൺട്രിയൽ മെംബ്രെയിൻ കഴിഞ്ഞാൽ ഇതെന്താണ്? മാട്രിക്സ്. അപ്പം ഈ പ്രോട്ടോൺസ് എന്ത് ചെയ്യുന്നു? മാട്രിക്സിൽ തന്നെ നിൽക്കുകയും ഇലക്ട്രോൺസ് അതേസമയം ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലേക്ക് എൻട്രി ചെയ്യുകയും ചെയ്യുന്നു. ദീസ് ഹൈ എനർജി ഇലക്ട്രോൺസ് വിൽ ഫസ്റ്റ് എൻറ്റേഴ്സ് ടു ദി FMN. ഫസ്റ്റ് നമ്മുടെ ഒന്നാമത്തെ കോംപ്ലക്സിലെ ഒരു ഇലക്ട്രോൺ കാരിയറിലോട്ട് എൻട്രി ചെയ്യുകയാണ്. FMN, ഫ്ലാവിൻ മോണോന്യൂക്ലിയോടൈഡ് എന്നാണ് ഈ ഇതിന്റെ പേര്. ആൻഡ് ദെൻ ദിസ് ഇലക്ട്രോൺ വിൽ ഫ്ലോസ് ത്രൂ this first complex, FeS, sulfur ion complex, and first electron complex. So first complexil kude electrons ingane transport ചെയ്തു വരുമ്പോൾ it will release some energy. ആദ്യത്തെ കോംപ്ലക്സിൽ കൂടെ ഇലക്ട്രോൺ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറച്ച് എനർജി റിലീസ് ചെയ്യും. This energy will use for pumping 2 protons towards the intermembrane space. അപ്പോൾ ഇവിടെ കുറച്ച് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ച് 2 പ്രോട്ടോണിനെ മാട്രിക്സിൽ നിന്നും ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. സോ ഇവിടെ 2 പ്രോട്ടോൺ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ ഈ ഇലക്ട്രോണുകൾ യുബീക്വിനോണിൽ കൂടെ പാസ് ചെയ്ത് അടുത്ത കോംപ്ലക്സിൽ പ്രവേശിക്കുമ്പോഴും ഇവിടെയും കുറച്ച് എനർജി റിലീസ് ചെയ്യപ്പെടും. ആ എനർജി ഉപയോഗിച്ചിട്ട് വീണ്ടും 2 പ്രോട്ടോണിനെ മാട്രിക്സിലേക്ക് ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യപ്പെടും. അഗെയിൻ അവര് മൂന്നാമത്തെ കോംപ്ലക്സിലൂടെ കടന്നു പോകുമ്പോഴും
മൂന്നാമത്തെ കോംപ്ലക്സിലൂടെ കടന്നു പോകുമ്പോഴും മൂന്നാമത്തെ കോംപ്ലക്സിൽ യുബിക്വിനോണിൽ കൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോഴും ഇവിടെയും കുറച്ച് സെക്കൻഡ് യുബിക്വിനോണിലൂടെ ഒക്കെ പാസ് ചെയ്ത് പോകുമ്പോഴും ഇവിടെ കുറച്ച് എനർജി റിലീസ് ചെയ്യപ്പെടും. ആ എനർജി എന്തിനു വേണ്ടി യൂസ് ചെയ്യും? പ്രോട്ടോൺസിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ 3 കോംപ്ലക്സിൽ കൂടെ, അപ്പൊ 4ാമത്തെ കോംപ്ലക്സിൽ കൂടെ പാസ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യും? പുറത്തോട്ട് വരും. അപ്പൊ 4ാമത്തെ കോംപ്ലക്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല? എനർജി റിലീസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 കോംപ്ലക്സിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? പ്രോട്ടോൺസിനെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലോട്ട് പമ്പ് ചെയ്യുന്നുള്ളൂ. 4ാമത്തെ കോംപ്ലക്സിൽ കൂടെ സൈറ്റോക്രോം കോംപ്ലക്സുകളിൽ കൂടെ കടന്ന് സൈറ്റോക്രോം C1 C A33 സൈറ്റോക്രോം A3 വന്നിട്ട് അത് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഇലക്ട്രോണുകൾ, there are 2 electrons, these electrons combine, ഈ പുറത്തോട്ട് വന്നിരിക്കുന്ന ഇലക്ട്രോൺ ഒരു ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്ത്, ഓക്സിജൻ ആറ്റം എന്ന് നമുക്ക് എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ O2 എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്ത് along with 2 പ്രോട്ടോൺസ്, ഇവിടുന്ന് 2 പ്രോട്ടോണും 2 ഇലക്ട്രോണും അതുപോലെ ഓക്സിജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്ത് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നു. കണ്ടോ? വാട്ടർ മോളിക്യൂൾ ആണ് ലാസ്റ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്റെ അവസാനമായിട്ട് ഫോം ചെയ്യുന്നത് ഒരു വാട്ടർ മോളിക്യൂൾ ആണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് സൈറ്റോക്രോം ബി, സൈറ്റോക്രോം C1, സൈറ്റോക്രോം C1, സൈറ്റോക്രോം C, സൈറ്റോക്രോം A3, ഈ ഒരു പാറ്റേണിലാണ് സൈറ്റോക്രോമിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെയാണ്? ഫസ്റ്റ് കോംപ്ലക്സിൽ കൂടെ ഇലക്ട്രോൺ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നു. ആ എനർജി ഉപയോഗിച്ചിട്ട് ഒരു പ്രോട്ടോണിനെ പുറത്തോട്ട് പമ്പ് ചെയ്യുന്നു. ആൻഡ് ദെൻ അത് സെക്കൻഡ് കോംപ്ലക്സിലൂടെ കയറി വരുമ്പോഴത്തേക്കും 2 പ്രോട്ടോണിനെ എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നു. ആൻഡ് തേർഡ് കോംപ്ലക്സിൽ കൂടെ വരുമ്പോൾ സെയിം, ഇവിടെയും കുറച്ച് എനർജി റിലീസ് ചെയ്യുന്നു, വിച്ച് വിൽ യൂസ് ഫോർ പമ്പിങ് എ പെയർ ഓഫ് പ്രോട്ടോൺസ് ടു ദി ഇന്നർ മെംബ്രെയിൻ സ്പേസ്. ഫോർത്ത് കോംപ്ലക്സിൽ കൂടെ പാസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് പ്രോട്ടോൺസിനെ പമ്പ് ചെയ്യുന്നില്ല. After releasing these electrons towards the matrix, then it will combines with an oxygen atom along with a pair of protons to form water molecules. അങ്ങനെ ഇവിടെ നമ്മുടെ ചെയിനിലൊക്കെ എൻ്റർ ചെയ്ത ഇലക്ട്രോണും പ്രോട്ടോണും അതുപോലെ ഒരു ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നിട്ട് വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇന്റർ മെംബ്രെയിൻ സ്പേസിലെ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലായ സ്ഥലത്ത് നിന്ന് മാട്രിക്സിലേക്ക് പ്രോട്ടോണിനെ പമ്പ് ചെയ്യും. പമ്പ് ചെയ്യുന്നത് നമ്മുടെ F1 F0 കോംപ്ലക്സിലൂടെയാണ്. സോ അതാണ് നമ്മൾ അടുത്തതായി പഠിക്കാൻ പോകുന്ന ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ പറയുന്നത്. സോ ഇവിടെ ഒരു കാര്യം കൂടി, ഈ യുബിക്വിനോൺ എന്ന് പറയുന്ന ഈ കോംപ്ലക്സിലൂടെയാണ് നമ്മുടെ FADH2 നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന പ്രോട്ടോണിനെ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. സോ അവിടെയും യുബിക്വിനോണിലൂടെയാണ് ആ ഇലക്ട്രോണുകളെ സ്വീകരിക്കുന്നത്. സോ ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ പ്രോട്ടോൺസിനെ മാട്രിക്സിലോട്ട് തിരിച്ച് പമ്പ് ചെയ്യിക്കുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. സോ ഇതാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. 4 കോംപ്ലക്സുകളുണ്ട്. 4 കോംപ്ലക്സുകളിൽ കൂടിയും എനർജൈസ്ഡ് ഇലക്ട്രോണുകൾ പാസ് ചെയ്ത് ഡൗൺ ദി ഗ്രേഡിയന്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആയിട്ട് പാസ് ചെയ്ത് വരുന്ന ഈ ഒരു ചെയിനിനെയാണ് നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ എന്ന് വിളിക്കുന്നത്. 3 കോംപ്ലക്സിൽ കൂടെ പാസ് ചെയ്യുമ്പോഴത്തേക്കും എനർജി റിലീസ് ചെയ്യും ഇലക്ട്രോൺസ്. ആ എനർജി ഉപയോഗിച്ചിട്ട് ഒരു പെയർ ഓഫ് പ്രോട്ടോണിനെ എന്ത് ചെയ്യുന്നു? ഇന്റർ മെംബ്രെയിൻ സ്പേസിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നു. At last, these electrons combines with the proton and oxygen atom to form water molecule. ഇങ്ങനെയാണ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഉള്ളത്. അടുത്ത നമുക്ക് നോക്കേണ്ടത് ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആണ്.